ചേച്ചി ചേച്ചി എന്താ ആലോചിക്കണേ? ഒന്നുമില്ല ചാരു. ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നു, തല പൊട്ടി പൊളക്കും പോലെ. എന്തൊക്കെയോ തലച്ചോറിനകത്ത് പാഞ്ഞു നടന്ന് പേടിപ്പിക്കും പോലെ. ചാരു, വരാനുള്ളതൊന്നും വഴി തങ്ങില്ലെന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ സങ്കടപ്പെടുന്നത് കൊണ്ടോ തല തല്ലി കരഞ്ഞതുകൊണ്ടോ നമ്മുടെ തലയിലെടുത്ത് മാറില്ല. ആ ദൈവം വരച്ചു വിട്ടിരിക്കുന്ന വരയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാനാവില്ല. ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ കിടന്നുറങ്ങി. മനസ്സിനകത്ത് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുക. ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഉറങ്ങാൻ പറ്റും? അപ്പൂപ്പൻ പറഞ്ഞത് എന്താന്ന് ഓർമ്മയുണ്ട് ചേച്ചിക്ക്? എന്റെ കൊച്ചുമക്കൾക്കിരുവർക്കും നല്ല 2 ചെക്കന്മാരെ കണ്ടെത്തണം, നല്ല കുടുംബങ്ങളിലേക്ക് കല്യാണം കഴിച്ചയക്കണം, അവിടെ അവർ എല്ലാവിധ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കണമെന്നല്ലേ? മിഥുനേട്ടൻ ചേച്ചിയെ കല്യാണം കഴിച്ചപ്പോ അപ്പൂപ്പന്റെ ആഗ്രഹം നിറവേറിയെന്നാ ഞാൻ കരുതിയത്. അപ്പൂപ്പൻ ആഗ്രഹിച്ച പോലെ നല്ലൊരാളെ ദൈവം തന്നെ കൊണ്ടുവന്ന് തന്നു. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഇത്രയും വലിയൊരു കുടുംബത്തിലേക്ക് മരുമകളായി വന്നപ്പോ ചേച്ചി ഭാഗ്യവതിയെന്ന് കരുതി. പക്ഷേ ഉത്സവവും വിശേഷവും ഒരു ദിവസത്തേക്കെന്ന് പറഞ്ഞ പോലെ മിഥുനേട്ടനും ചേച്ചിയും തമ്മിലുള്ള വിവാഹ ബന്ധവും ഇത്ര വേഗം അണഞ്ഞു പോവെന്ന് ഞാൻ കരുതിയിരുന്നില്ല ചേച്ചി. ചില ബന്ധങ്ങളെ എത്ര മുറിച്ചു മാറ്റാൻ ശ്രമിച്ചാലും അതൊരിക്കലും മുറിയില്ല. പക്ഷെ മറ്റു ചില ബന്ധങ്ങളെ എത്ര തന്നെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും അത് ചേരില്ല ചാരു. ഞങ്ങളുടെ ബന്ധവും അതുപോലെ ഒന്നായിരിക്കും മോളെ. ഒരു സ്വപ്നം പോലെ, ഒരു തിരമാല പോലെ വന്ന നേരം കൊണ്ട് തിരികെ പോകുന്ന ബന്ധം. ഇനി ഞങ്ങളുടെ ഈ ബന്ധത്തിനൊരു ആയുസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കും ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ പറയല്ലേ ചേച്ചി. ചേച്ചി മിഥുനേട്ടനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. മിഥുനേട്ടനില്ലാതെ ചേച്ചിക്ക് ജീവിക്കാൻ പറ്റില്ലെന്നും എനിക്കറിയാം. ചേച്ചിയുടെ ജീവിതത്തിലെ ഓരോ അണുവിലും മിഥുനേട്ടൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയുമായുള്ള ബന്ധം മുറിച്ചു മാറ്റി, സ്നേഹത്തെ അടർത്തി മാറ്റി ചേച്ചിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ല. മിഥുനേട്ടനോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാത്തപ്പോ തനിച്ച് ജീവിക്കാൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണ്ടേ ചാരു? ചേച്ചിയെ കുറിച്ച് ചേച്ചിക്ക് അറിയാത്തോണ്ടാ ഈ ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും ചേച്ചിക്ക് അതിനുള്ള പരിഹാരം കണ്ടെത്താനാവും. ഇത് ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമോ? ഇതിനും ചേച്ചിക്ക് പരിഹാരം കണ്ടെത്താനാവും. അറിയില്ല ചാരു, ഇനി ഏത് മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചേച്ചി, ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കുന്നല്ല ചേച്ചി പറയാറ്. എന്നിട്ട് ഇക്കാര്യത്തിൽ എന്താ ചേച്ചി ഇങ്ങനെ തളർന്നു പോകുന്നത്? ചേച്ചി ധൈര്യമായിട്ടിരിക്കണം. ഇതിന് ചേച്ചിക്ക് ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ ഉറപ്പായും പറ്റും. ഒരാളോട് സംസാരിക്കണം. ചേച്ചി, ഇതാ ചേച്ചിയുടെ ഫോൺ. ഡോക്ടർ സാറേ, സാറിനോട് അർജന്റായിട്ടൊന്ന് സംസാരിക്കണം. ഡോക്ടർ സാറേ. ആന്റി, ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മഞ്ജരി, ജസ്റ്റ് 2 minutes. എന്താ സന്തോഷം കൊണ്ട് ആളുടെ കാലിപ്പ നിലത്തൊന്നും അല്ലെന്ന് തോന്നുന്നു. എന്താ ഇങ്ങനെ? അതെന്തൊരു ചോദ്യം ആന്റി ചോദിച്ചേ? ഇതിന്റെ കാരണം എന്താന്ന് ആന്റിക്ക് തന്നെ അറിയാലോ. ഓഫ് കോഴ്സ്, എനിക്കെല്ലാം അറിയാം. എത്ര നാളായിട്ട് കാണുന്ന സ്വപ്നമല്ലേ ഇന്ന് നിറവേറാൻ പോകുന്നത്. ശരിയാണ് ആന്റി. ഇന്ന് മേഘിനിയുടെ മിഥുന്റെയും വിവാഹമോചനം നടക്കും.
മിഥുന്റെ ജീവിതത്തിൽ നിന്നും മേഘന എന്നേക്കുമായി വിട പറഞ്ഞു പോവും. പിന്നെ മിഥുന്റെ അരികിൽ ഭാര്യയുടെ സ്ഥാനത്ത് എപ്പോഴും ഈ മഞ്ജരി മാത്രമേ ഉണ്ടാവൂ. അത് ഓർമ്മിക്കുമ്പോ തന്നെ ഒരു പുളക, അത് അടിമുടി എന്നെ രോമാഞ്ചം കൊള്ളിക്കും. അത് ശരിയാ, നിന്നെ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. എടാ ജയദേവാ, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മേഘനയുടെയും മിഥുന്റെയും വിവാഹമോചനം നടക്കരുത്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാ നോക്കടാ. അതിനെന്തെങ്കിലും ഒരു അവസരം കണ്ടെത്താൻ പറ്റിയിരുന്നെങ്കിൽ ഇതുവരെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അതെന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാലമായമ്മേ. എന്ത് ചെയ്യാനാ, ഇന്നിപ്പോ എല്ലാം കണ്ടു നിൽക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ഇതെന്താ വലിച്ച, ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിനെ നമ്മൾ എങ്ങനെ നേരിടണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പേടിയാവുന്നു വില്ലിച്ച. ഒറ്റയടിക്ക് ഇങ്ങനെ എല്ലാവരും ചേർന്ന് ഏട്ടത്തിയമ്മയുടെ ജീവിതം തകർക്കുന്നത് എന്നെ കൊണ്ട് കണ്ടു നിൽക്കാനാവുന്നില്ല. അരുണിമേച്ചി, ഇനി എല്ലാരും കൂടെ കോർട്ടിലേക്ക് പോവാണല്ലോ അല്ലേ? എല്ലാവരും ഇവിടെയുണ്ട്, പക്ഷെ കഥാനായിക ഇല്ലല്ലോ ഇവിടെ. ശരിയാണല്ലോ. അതെന്താ മേഘന വരുന്നില്ലേ? സഞ്ജനെ, മേഘന എവിടെ പോയിരിക്കുക? അറിയില്ല വല്യമ്മേ, ഞാനും കണ്ടില്ല. നീ ചെന്ന് മുകളിൽ അവളുടെ റൂമിൽ നോക്കിയിട്ട് വാ. ഏട്ടത്തിയമ്മ മകളില്ല വല്യമ്മേ. അപ്പൊ ചാരു? ചാരുവിനെ കാലത്തോട്ട് ഞാൻ കണ്ടിട്ടില്ല വല്യമ്മേ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടുന്നത്. ഈ മേഘന അത്ര നിസാര കാര്യമൊന്നുമല്ല, കോനഷ്ടു പിടിച്ച സാധനമാ. ഇത് നമ്മളെ വട്ടം കറക്കാനുള്ള പണിയാണ് കേട്ടോ. എന്ത് വട്ടം കറക്കുന്ന പ്രിയമതെ? ഇന്നീ ദിവസം അവള് കോടതിയിൽ എത്തിയില്ലെങ്കിൽ വിധി പറച്ചിൽ മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടാവും. അതറിയാവുന്നതുകൊണ്ട് കോടതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാ അവൾ ഇപ്പൊ മറഞ്ഞിരിക്കുന്നത്. മനഃപൂർവ്വമാണ് സ്വന്തം അനുജത്തെയും കൂട്ടിക്കൊണ്ട് അവൾ ഇന്ന് ആരും കാണാണ്ട് ഇവിടുന്ന് മുങ്ങിയത്. ഈയിടെയായിട്ട് മേഘന കുറച്ച് അതിബുദ്ധികൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി അവളിങ്ങനെ നമ്മളെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അവൾക്കത് മാത്രല്ലേ അറിയുള്ളൂ ആന്റി. അവൾ എന്തോ വലിയ ഉത്തമയാണെന്നും പതിവ്രതയാണെന്നും ആന്റിയാണ് ആദ്യം തൊട്ട് അന്ധമായി വിശ്വസിച്ചത്. ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായോ അവളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന്? മഞ്ജരി പറഞ്ഞതിൽ കാര്യമുണ്ട് ചേച്ചി. ആ മനോഹരമായ മുഖത്തിന്റെ പുറകിൽ മൂർഖൻ പാമ്പിന്റെ പകയാണ് അവൾക്ക്. ഇന്ന് കോടതി പോണ്ടതാണെന്ന് അവൾക്ക് അറിയാലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് കൃത്യസമയത്ത് അവൾ എങ്ങോട്ടാ മുങ്ങിയേ? ഈ കള്ളത്തരം മനഃപൂർവ്വം അല്ലാന്ന് തോന്നുന്നുണ്ടോ ചേച്ചി? നമ്മളെല്ലാവരെയും വിഡ്ഢിയാക്കാൻ നോക്കുക അവള്. ചെറിയമ്മയൊന്നും മിണ്ടാതെ
മേഘന മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് മുഖത്ത് നോക്കി പറയുന്നയാളാ. ചെറിയമ്മ പറയും പോലെ ഇത്തരം മോശം ട്രിക്കുകൾ പ്രയോഗിക്കണമെന്ന് അവൾ ഒരിക്കലും ചിന്തിക്കില്ല. ഡോക്ടറെ, എങ്ങനെയെങ്കിലും പണിക്കർ അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു കൊണ്ടുവരണം. ഞങ്ങളെ കൊണ്ടാവുന്നതിന്റെ പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടല്ലോ മേഘനെ. നോക്കാം എന്താ നടക്കാന്ന്. മഹാദേവ, പണിക്കർ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒന്നുണർത്തി തരണേ. ചേച്ചി, പണിക്കർ അദ്ദേഹം ഈ അവസ്ഥയിലാവാനുള്ള കാരണം മഞ്ജരിയാണെന്നുള്ളത് നമുക്കറിയാലോ. ഈ കാര്യം അരുണിമ ആന്റിയോട് തുറന്നു പറഞ്ഞാ പോരെ? നമ്മൾ പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല ചാരു. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? പണിക്കർ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയതും ഒടുവിൽ ഈ അവസ്ഥയിലാക്കിയതും എല്ലാം മഞ്ജരിയാണെന്ന് അറിയാണെങ്കിൽ അരുണിമ ആന്റി അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുത്തോളൂല്ലേ? അതിനേക്കാളൊക്കെ മുൻപ് നമ്മൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കണ്ടേ? നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും അമ്മ അതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല ചാരു. പകരം ഈ ഡിവോഴ്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണെന്നേ കരുതൂ. തെളിവുകളൊന്നുമില്ലാതെ നമ്മൾ അമ്മയോട് എന്ത് തന്നെ പറഞ്ഞാലും അതെല്ലാം ഇപ്പൊ നുണകളായി തീരുന്ന അവസ്ഥയാ. ആ വഴിക്ക് ഞാൻ ചിന്തിച്ചില്ലായിരുന്നു ചേച്ചി. തെളിവോട് കൂടി പറയുന്ന കാര്യങ്ങൾ പോലും അവര് വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോ തെളിവുകൾ കാഴ്ചവെക്കാൻ കഴിയാത്ത ഇക്കാര്യം എങ്ങനെ അവതരിപ്പിക്കും? പണിക്കർ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ ഇപ്പൊ നമ്മൾ പറഞ്ഞ അത് ഇദ്ദേഹത്തിനും അപകടം. മഞ്ജരി പാവ ഈ മനുഷ്യന്റെ ജീവൻ എടുക്കാൻ പോലും പിന്നെ മടിച്ചു എന്ന് വരില്ല. ഭാർഗവ പണിക്കരെ, ഭാർഗവ പണിക്കരെ, എഴുന്നേക്ക്. ഭാർഗവ പണിക്കരെ, ഭാർഗവ പണിക്കരെ, 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 കണ്ണു തുറക്ക്. പണിക്കരെ, കണ്ണു തുറക്ക്. എന്ത് പറ്റി ഡോക്ടറെ? ബോധം തെളിയാനുള്ള എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? പറയാൻ പറ്റില്ല മേഘനെ. കയ്യിപ്പ ചെറുതായിട്ടൊന്ന് അനങ്ങുന്നത് കണ്ടു. അതിനർത്ഥം ഏത് സമയവും ഇദ്ദേഹത്തിന്റെ ബോധം തെളിഞ്ഞാക്കാമെന്ന് തന്നെയാ. കാര്യങ്ങൾ കൈവിട്ട് പോകുന്നതിന് മുന്നേ ഇദ്ദേഹം കണ്ണു തുറന്നാ മതിയായിരുന്നു. എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. നോക്കട്ടെ, കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം. ഹലോ ഹലോ മേഘന, നീ എവിടെയാ? മേഘനെ, നീ എവിടെ പോയിരിക്കുക? കോർട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി മുങ്ങിയതാണോ? ഒരാൾ വരാതിരുന്ന കേസ് പിന്നത്തേക്ക് മാറ്റിവെക്കുന്നുള്ള പ്രതീക്ഷയായിരിക്കും നിനക്ക്. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്ത് നാടകം ഇതൊക്കെ? കോടതിയിലേക്ക് പോവേണ്ട സമയമായപ്പോ ആളെ കാണുന്നില്ലല്ലോ. ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് വന്നതാ. നിങ്ങൾ എല്ലാവരും കോടതിയിലേക്ക് പോയിക്കോളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വന്നോളാം. നിന്റെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ ഇറങ്ങുക. ഇതിലെന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ, നീ പറയുന്നത് കള്ളമാണെന്ന് തെളിഞ്ഞാലോ, പിന്നെ നീ എന്റെ ശരിക്കുള്ള സ്വഭാവം അറിയും. അവള് നേരെ കോടതിയിലേക്ക് എത്തിക്കൊള്ളാന്നു. നമുക്കിറങ്ങാം. മൈ ഗോഡ്, ആ കോടതിയുടെ കെട്ടിടം നോക്കിക്ക്. എന്റെ സ്വപ്നങ്ങളെ പൂവണിയിപ്പിച്ച ദേവീക്ഷേത്രം അത്. ഡിവോഴ്സ് കഴിഞ്ഞ കൈയോടെ ഇവിടെ എങ്ങും ആരും ഇല്ലാത്ത സമയം നോക്കി കോടതിയുടെ മുമ്പിൽ 101 നാളികേരം അടിച്ച് എന്റെ വഴിപാട് സമർപ്പിക്കണം. ഇന്നത്തോടെ നിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുക. ഇതിൽ പരം നിനക്ക് എന്ത് സന്തോഷം ഉണ്ടാവാനാ? ശരിയാണ് ആന്റി. ആ സന്തോഷത്തെ കിലോ കണക്കിന് അളന്നെടുത്ത ഒരു 100,000 ടണ്ണെങ്കിലും ഉണ്ടാവും. ഇനി മണിക്കൂറുകൾ കഴിയും തോറും അത് പതുക്കെ പതുക്കെ കൂടി വരികയുള്ളൂ ആന്റി. എന്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഈ ലോകത്ത് ഒരു ഭാഷയും മതിയാവില്ല, അറിയോ? മതി മതി, നടക്ക്.
മേഘനെ, എന്നും നിന്നെ എൻ്റെ ഭാര്യാസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മഞ്ജരിയെ ദ്രോഹിക്കാൻ എനിക്കാവില്ല എന്ന് കരുതി നിന്നെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് സമാധാനത്തോടെ കഴിയാൻ എനിക്കാവില്ല. സ്വയം ഒരു തീരുമാനം എടുക്കാനാവാത്തതുകൊണ്ട് മോമിന്റെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്റെ മൗനം നിന്റെ ഹൃദയത്തെ നോവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും എന്നോട് ക്ഷമിക്കണം മേഘനെ. മിഥുൻ, നീയും നിന്റെ അമ്മയും കൂടി എടുത്ത തീരുമാനം തെറ്റാണോ ശരിയാണോ എന്നൊന്നും കീറി മുറിച്ച് നോക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്നേ ഞാൻ പറയൂ. ജയദേവേട്ട, ഞാൻ ഇത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാന. ഇനി ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ യാതൊന്നും ബാക്കിയില്ല. അവസാന നിമിഷത്തില് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആരെയും കൺഫ്യൂഷൻ ആക്കാൻ ശ്രമിക്കരുത്. പണിക്കരങ്ങുന്നേ, ഭാർഗവ പണിക്കരെ, പണിക്കരങ്ങുന്നേ, ഭാർഗവ പണിക്കരെ, എഴുന്നേക്ക് പണിക്കരങ്ങുന്നേ, പണിക്കരെ, ഭാർഗവ പണിക്കരെ, പണിക്കരങ്ങുന്നേ, പണിക്കരങ്ങുന്നേ, ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വരൂ. കണ്ണ് തുറന്നൊന്ന് എഴുന്നേറ്റ് വാ. മോളെ മേഘനെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. പറഞ്ഞോളൂ പണിക്കരങ്ങുന്നേ, പെട്ടെന്ന് പറഞ്ഞോളൂ. മിഥുൻ, എന്താണ് പണിക്കരങ്ങുന്നേ? എന്നോട് പറയൂ. മിഥുൻ ആപത്ത്. പണിക്കരങ്ങുന്നേ, കണ്ണു തുറക്ക്. അങ്ങ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കണ്ണ് തുറക്ക് പണിക്കരങ്ങുന്നേ. ഭാർഗവ പണിക്കരെ, ഭാർഗവ പണിക്കരെ. ഗുഡ് മോർണിംഗ് അരുണിമ മാഡം. ഗുഡ് മോർണിംഗ് വക്കീലെ. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് കിട്ടുന്നുള്ള ഉറപ്പാ. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെ അകത്തേക്ക് വിളിക്കും. എല്ലാവരും റെഡി ആയിട്ട് നിന്നു. മേഘനയെ കണ്ടില്ലല്ലോ. ചേച്ചിയോട് ഞാൻ വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞതല്ലേ, ഒരു കാരണവശാലും അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. സ്വയം അങ്ങ് തലവെച്ച് കീഴടങ്ങാൻ അവളാര്? വരേണ്ടവളായിരുന്നെങ്കിൽ അവൾ ഇപ്പൊ ഇവിടെ എത്തിയേനെ. വരില്ലാന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചതുകൊണ്ടാ അവളുടെ നിഴല് പോലും ഇങ്ങോട്ടേക്ക് വരാത്തത്. ശരിയാണ് ആന്റി, എനിക്കും അതേ സംശയം തന്നെയാണ്. അല്ലെങ്കിൽ നേരം വെളുക്കും മുമ്പേ ആരോടും പറയാതെ അവള് മുങ്ങുമോ? എന്നിട്ട് കോടതി സമയം കഴിയാറായിട്ടും കാണുന്നില്ല. ചേച്ചി, ഒരു സംശയവും വേണ്ട. ഈ ഡിവോഴ്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ വല്ല ചതിക്കുഴിയിലും ചെന്ന് ചാടിക്കാനുള്ള പ്ലാനാ. അതാ ചേച്ചിയും അനീതിയും കൂടെ കാലത്തെ പുറപ്പെട്ടു പോയത്. പ്രിയമതേ, മേഘന സമയമാകുമ്പോ എത്തിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ